16-ാമത്തെ ആയത്തിലേക്ക് കടന്നു വരികയാണ്. 216-ാമത്തെ ആയത്ത് മുതൽക്കുള്ള വിഷയം ഖിതാല്, അതോടൊപ്പം പിന്നെ അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള സംഗതികളുടെ ലംഘനം, അതിന്റെ ഗൗരവം, അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളാണ്. ആദ്യം പറഞ്ഞത് യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ അനിഷ്ടമാണ്. എന്നാൽ നിങ്ങൾ അനിഷ്ടമായി കാണുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്ക് ഹൈർ ഉണ്ടാവും. നിങ്ങൾ ഇഷ്ടമായി കാണുന്നതിൽ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവും. അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ, നിങ്ങളോ അറിയാത്തവരാണ്. ഇതാണ് 1-ാമത്തെ ആയത്തിന്റെ നേരെ വാക്കുകൾ. പിന്നെ പറയുന്നത് പവിത്രമാസത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ആ പവിത്രമാസത്തെ യുദ്ധത്തെ കുറിച്ച് ബദലായിട്ടാണ് പിത്താനും ബീഹിമാണ്. അപ്പൊ പറയാ നിങ്ങൾ അവരോട് പിത്താനും ബീഹി കബീർ, പവിത്രമാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. എന്നാൽ സബീലില്ലാഹി വകുഫ്റും ബിഹി വൽ മസ്ജിദിൽ ഹറാം വഇഖ്റാജു അഹ്ലിഹി മിൻഹു അക്ബറു ഇൻദല്ലാഹ്. കൂടുതൽ ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടി പറയാം. അള്ളാഹുവിന് മാർഗത്തിൽ ജനങ്ങളെ തടസ്സപ്പെടുത്തുക, അള്ളാഹുവിൽ നിഷേധം, അള്ളാഹുവിനെ കുറിച്ചുള്ള പിന്നെ നിഷേധം, അതേപോലെ മസ്ജിദുൽ ഹറാമിന്റെ കാര്യത്തിലും അതിന്റെ പവിത്രതയിലും നിഷേധം, മസ്ജിദുൽ ഹറാമിൽ ആൾക്കാർ അവിടെ നിന്ന് പുറത്താക്കുക. ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവകരമാണ്. വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, വധത്തേക്കാൾ എത്രയോ ഗൗരവമാണ് ഫിത്ന എന്ന് പറയുന്നത്. ഫിത്നയെ സംബന്ധിച്ചുള്ള ചർച്ച ഉണ്ടാവും, അപ്പോൾ അവിടെ കൂടുതൽ മനസ്സിലാക്കാം. പിന്നെ പറഞ്ഞ് വലായജാലു യുഖാത്തിലൂനക്കും ഹത്താ യർദുക്കും അൻ ദീനിക്കും ഇൻ ഇസ്തതാഉ, നിവൃത്തിയുണ്ടെങ്കിൽ കഴിയെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിങ്ങളെ പുറത്താക്കി കൊണ്ടുവരുന്നവരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹ് ഓർമ്മിക്കാൻ താക്കീതായിട്ട് വമൻ യർതദി മിൻകും അൻ ദീനി ഫയമുതു വഹുവ കാഫിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തന്റെ ദീനിന്റെ പുറത്തു പോയി കാഫിറായി മരിക്കാൻ ഇട വന്നാൽ ഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അവരുടെ സർവ്വ അമലുകളും ദുനിയാവിലും ആഖിറത്തും നിഷ്ഫലമായി പോയി. ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ, നരകക്കാരാവും അവർ, നരകത്തിൽ കാലാകാലം കഴിയേണ്ടിയും വരും. മറിച്ച് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്, വിശ്വാസം ഭരിച്ച് പാലായനം വേണ്ടി വന്ന പതി ചെയ്ത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ എല്ലാ ത്യാഗ പരിശ്രമവും ചെയ്തിട്ടുള്ള ആൾക്കാർ ഉലൈക യർജൂന റഹ്മത്തുള്ളാഹ്, അവർ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ധാരാളമായി കൊടുക്കുന്നവനും ഏറെ കാരുണ്യമുള്ളവനുമാണ് എന്നാണ് അർത്ഥം. പിന്നെ അതിന്റെ റിപ്പോർട്ടുകളിലേക്ക് വരാം. തഫ്സീറിലേക്ക് അഖ്റജ ഇസ്ഹാഖ് വബ്നു ജരീർ വബ്നു അബീ ഹാത്തിം വത്തബറാനി ഫിൽ കബീർ വൽബൈഹഖി ഫീ സുനനി മിൻ തരീഖ് സയ്യിദ് ഇബ്നു റൂമാൻ അൻഹു ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് വബ്നു അംബർ ഫീ സമാനിയത്തിൻ മിനൽ മുഹാജിരീൻ ഫീ റജബ് മുഖഫലത മിൻ ബദർ الأولى وكتب له كتابا يعلم فيه أين يسيرون أين يسيرون فقال أخرج أنت وأصحابك حتى يسيروا أين يسيرون അവിടെ യാന്റെ കമ്മിയുണ്ട് അതിനെ ചെയ്യും. അഖ്റജ അൻത വഅസ്ഹാബുക ഹത്താ യസ്റിത യൗമൈൻ ഫഖത കിതാബക വൻറുബി അഖ്റജ അൻത വഅസ്ഹാബുക ഹത്താ യസ്റിത യൗമൈൻ ഫഖത കിതാബക വൻറുബി ഫമാ അമർതുക ബിഹി ഫംദില്ല വല തസ്തഖി അദൻ അസ്ഹാബിക അല ദഹാബി മാ. അപ്പോൾ ഖുർആനി ഇബ്നു അബീ ഹാത്തിം ഇബ്നു ജരീർ ഇബ്നു ഇസ്ഹാഖ് എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ആദ്യം കൊണ്ടുവരുന്നത്. ബൈഹഖിയും അത് കൊണ്ടുവരുന്നുണ്ട്. സയ്യിദ് ഇബ്നു റൂമാൻ അൻഹു അങ്ങനെയാണ് എന്റെ സ്ഥലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്, അദ്ദേഹം പറഞ്ഞ നബിയുടെ പിതൃവ്യ പിന്നെ അമ്മായിയുടെ പുത്രനാണ്, ഇബ്നു അമ്മത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിനെ പിന്നെ 8 മുഹാജിറുകളുടെ കൂട്ടത്തിൽ അവരുടെ തലവനായിട്ട് നിയോഗിക്കണം. റജബ് മാസത്തിലാണ്. മുഖഫിലത മിൻ ബദറിൽ ഊല, അത് ബദറുൽ ഊല കഴിഞ്ഞ് മടങ്ങുന്ന ആ സമയത്താണ് അവരയക്കുന്നത്. വകതബൽ കിതാബ്, അദ്ദേഹത്തിന് ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. യുഅലിമുഹു ഫീഹി ഐന യസ്ജു, എവിടെ സഞ്ചരിക്കണം, ഏതിൽ പോകണമെന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്നോട് നിർദ്ദേശം ഉഖ്റുജ അൻത വഅസ്ഹാബു, നിങ്ങൾ ഈ വഴിക്ക് പോവുക. ഹത്താ യസ്റിത യൗമൈൻ, പോയിട്ട് 2 ദിവസം നിങ്ങൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ 10 കിതാബൊക്കെ പൂർത്തി, ഈ എഴുത്ത് തുറക്കുക, അതിലുള്ള എന്താ നോക്കുക. അമ്മ അമർത്തു കബി ഫംദില, അപ്പൊ എന്താണ് വഴി ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങളോട്, അതിനെ മുന്നോട്ട് പോവുക. എന്നാൽ വല തസ്തഖ്രി അഹദ മിൻ അസ്ഹാബി അല ദഹാബി മാ, നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ പോലും നിങ്ങളുടെ കൂടെ പോരാൻ നിർബന്ധം ചെലുത്തേണ്ടതില്ല. ഇതാണ് നിർദ്ദേശം കൊടുത്തത്. ഫലമ സറ യൗമൈൻ ഫതഹൽ കിതാബ്, അങ്ങനെ 2 ദിവസം യാത്ര കഴിഞ്ഞപ്പോൾ നിർദ്ദേശം പോലെ എഴുത്ത് തുറന്നു. ഫൈദാ ഫീഹി അനിമി ഹത്താ തൻസില നഖ്ല, അതിനുള്ളത് മുന്നോട്ട് പോകണം, നഖ്ലയിൽ ചെന്നിറങ്ങണം. ഫഅതിന മിൻ അഖ്ബാരി ഖുറൈശ് ബിമാ ഇത്തസല ഇലൈക മിൻഹും, അവിടെ വെച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഖുറൈശികളെ സംബന്ധിച്ച വിവരങ്ങൾ എന്താണോ അത് നമുക്ക് കൊണ്ടുവരണം. വലം യഅ്മുറു ബിൽ ഖിതാൽ, അപ്പോ ഖുറൈശികളുടെ വിവരം അറിയിക്കണം എന്നല്ലാതെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും നബി കൽപ്പിച്ചിട്ടില്ല. ഫഖാല ലിഅസ്ഹാബിഹി വഖാല സമാനിയ ഇഖ്റഅൽ കിതാബ്, അപ്പോൾ 8 പേരുണ്ട്, 8 പേര് ഇത് വായിച്ച് കൽപ്പിച്ചു. അത് വായിച്ചപ്പോൾ അദ്ദേഹം കൂടുതലോട് പറഞ്ഞു സംഹം വതാ മൻ കാന മിൻകും ലഹു റബ ഷഹാദ ഫലിയന്തലിഖ് മഈ, നബിയുടെ നിർദ്ദേശം പൂർണ്ണമായി സ്വീകരിക്കുന്നു, അനുസരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ രക്തസാക്ഷിത്വം കൊതിക്കുന്നവരായുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊപ്പം പോവുക. കാരണം ആദ്യം ഈ അമ്പി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അവൻ കരിഹദാലിക മിൻകും ഫലിയർജി, ഇനി ആർക്കെങ്കിലും അത് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് മടങ്ങാം. കാരണം വൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഹാനി അനസ്തഖിഹ മിൻകും ആദം, നിങ്ങൾ ഒരാൾ പോലും നിർബന്ധിക്കാൻ പാടില്ല എന്ന് റസൂൽ എന്നെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാവരും പോയി. ഖത്താഖാനു ബിൻ നജ്റാൻ അതല്ല സാദ് നബി വഖാസ് വഅത്ബൻ റസ്വാൻ ബൈറുണ്ടോ കാരണം യഥാഖബാനി, ആ പോകുന്ന സമയത്ത് നജ്റാൻ എത്തിയപ്പോൾ സാദ് നബി വഖാസിനും ഉത്ബത്ത് ബിൻ റസ്വാനും അവരുടെ ഒരൊട്ടകം നഷ്ടപ്പെട്ടു. കാരണം യഥാഖബാനി, അവര് അതിനെ അന്വേഷിച്ച് പിന്നെ പോവുകയായിരുന്നു. തഖല്ലഫ അലൈഹി യത്ലുബാനി, അങ്ങനെ അതിനന്വേഷിച്ചുകൊണ്ട് പോയി. അവർ ഇദ്ദേഹത്തിന്റെ കൂടെ എത്താതായി, ഇദ്ദേഹത്തിൽ നിന്ന് അവർ ബാക്കിലായി പോയി. എന്ന വാക്കിൽ പോയി നബിയുടെ നിർദ്ദേശപ്രകാരം നഖലയിൽ ചെന്നിറങ്ങുകയും ചെയ്തു. فمرهم عمرو بن الحضرمي والحكم بن كيسان وعثمان بن عبد الله بن المغيرة واخوه نوفل بن عبد الله واشرف لهم كاشف الحسن وكان قد حلق راسه فلما راوا حليفا قالوا عمر ليس عليكم منهم بأس. അങ്ങനെ ചെന്ന് നഖലെത്തിയപ്പോൾ അവരുടെ അടുക്കലൂടെ അംർ ബിൻ ഹദ്റമി, ഹക്കം ബിൻ കൈസാൻ, ഉസ്മാൻ ബിൻ അബ്ദുല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ നൗഫൽ ബിൻ അബ്ദുല്ല എല്ലാവരും പാസ് ചെയ്തു.
ഉക്കാശത്തുൽ ഹസൻ പിന്നെ അവരെ കണ്ടു. അദ്ദേഹം അപ്പോൾ തല മുണ്ടനം ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ്. ഫലമ്മ റഅവഹു ഹലീഫൻ, അദ്ദേഹം തലമുണ്ടനം ചെയ്ത ഒരു അവസ്ഥയിൽ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഖാലു അമ്മാർ ലൈസ അലൈക്കും ബഅസ്, അമ്മാർ നിങ്ങൾക്കൊരു യാതൊരു പ്രശ്നവും ഒരു ബസ്സും ഉണ്ടാകുന്നതല്ല എന്ന് അവർ പറയുകയും ചെയ്തു. അസ്ഹാബ് റസൂലുള്ളാഹി വകാന ആഖിറ യൗമിൻ മിൻ ജുമാദ ഖാലു ഇൻ ഖതൽതുമുഹും ഇന്നകും ലതഖ്തുലൂഹും ഫീ ഹറം. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ സഹാബികൾ ആലോചന നടത്തി. അന്നാണെങ്കിൽ ജുമാദ മാസത്തിൽ അവസാന ദിവസമാണ്, ജുമാദ കഴിഞ്ഞ പിന്നെ റജബാണ്. അപ്പോൾ ഖാലു ഇൻ ഖതൽതുമുഹും ഇന്നകും ലതഖ്തുലൂഹും ഫീ ഹറം. അവർ പറഞ്ഞു, നിങ്ങൾ ഇവരെ വധിക്കുന്ന പക്ഷം ഒരു യുദ്ധം പാടില്ലാത്ത പവിത്ര മാസത്തിലാണ് നിങ്ങൾ അവരെ വധിക്കുക. വൈൻ തറക്തുമുഹും ലയദ്ഖുലുന ഫീ ഹാദിഹിൽ ലൈല അൽ ഹറം, അവരെ വിടുകയാണെങ്കിൽ പിന്നെ അവര് ഈ രാത്രിയിൽ ഹറമിൽ വരും. ഫല്യംതനിഅന്ന മിൻകും, അതുകൊണ്ട് പിന്നെ ഫല്യംതനിഅന്ന മിൻകും, നിങ്ങളിൽ നിന്ന് അവര് എന്ത് വേണം, സംരക്ഷണം തേടേണ്ടതുണ്ട്. ഫജ്മാൽ ഖൗമ വലാ ഖത്ലിഹിം, അപ്പോൾ അവര് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ അവരെ വധിക്കലാണ് ശരി എന്നുള്ള ആൾക്ക് കൗമയെ ബോധിച്ചു. പറഞ്ഞ വാഖിദ് ബിൻ അബ്ദുല്ലാഹി ശഹമി അംറുൽ ഹറമി ബി ശഹമിൻ ഫഖതല, അതിൽ അംറുൽ ഹറമിയുടെ നേരെ വാഖിദ് ഒരു അമ്പെറിഞ്ഞു, അദ്ദേഹത്തെ കൊലപ്പെടുത്തി. പക്ഷേ ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി ഹകം ബിൻ കൈസാൻ, ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി ഹകം ബിൻ കൈസാനെ ബന്ദികളാക്കി. അഫ്ലത്ത് നൗഫൽ വാജസം, പക്ഷെ അഫ്ലത്ത നൗഫൽ വാജസം, അഫ്ലത്തന്റെ കയ്യിൽ നിന്ന് പിന്നെ വഴിയിൽ പോയി എന്നുള്ളതാണ്. നൗഫലിനെ കിട്ടിയില്ല, അദ്ദേഹം അവരെ അശക്തരാക്കി, അവർക്ക് അദ്ദേഹത്തെ കിട്ടിയില്ല. വസ്താഖുൽ ഗീറ, അവരുടെ ഒട്ടകങ്ങളൊക്കെ പിന്നെ സഹാബികൾ തെളിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഖദിമു ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുക്കൽ അതിലേക്ക് വന്നു. ഫഖാല ലഹും, അപ്പോൾ റസൂൽ പറഞ്ഞു, വല്ലാഹി മാ അമർതുകും ബിഖിതാലിൻ ഫി ശഹ്രിൽ ഹറാം, അല്ലാഹു ആണ്, ഞാൻ നിങ്ങളോട് യുദ്ധം പാടില്ലാത്ത മാസത്തിൽ യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലല്ലോ. ഫവഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഗീറ ഫലം യഖുൻ മിൻഹാ ഷൈഅൻ, ഈ രണ്ട് ബന്ദികളെയും ഇവർ തെളിച്ചുകൊണ്ടുവന്ന അവരുടെ ഒട്ടകത്തെയും നബി അവിടെ തന്നെ പിടിച്ചത്, അതിനൊന്നും എടുത്തില്ല. ഫലമ ഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖാല സുഖ്ത ബിയദിഹി, ഈ ഒരു വർത്താനം റസൂൽ അവിടെ പറഞ്ഞപ്പോൾ, ഞാൻ കൂടി പറഞ്ഞിട്ടില്ലല്ലോ യുദ്ധം ചെയ്യാൻ കൊല്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സുഖിത ബിയദിഹി, അവർക്ക് ആകെ ഖേദമായി. നദിമൂന്ന് നടക്കും. അപ്പോൾ അനുമാനത്തെ ഹലക്കു, റസൂലിന്റെ അരിഷ്ടത്തിന് മാത്രമാകുക വഴി ഞങ്ങളുടെ കാര്യം ഹലാക്കായി, ഞങ്ങൾ നശിച്ചു എന്നവർ ധരിച്ചു. മുസ്ലിമീൻ, കൂടുതലുള്ള മുസ്ലിം സൗകര്യങ്ങളും അവർ കുറ്റപ്പെടുത്തി. വക്കാലത്ത് ഖുറൈശൻ ഫീന ബലഗഹും അംറു ഹൗലായി, ഈ വിവരം ഖുറൈശികൾ കിട്ടിയപ്പോൾ അവർ പറഞ്ഞതോ, അത് സഫക മുഹമ്മദ് അബ്ദൽ ഹറാം, ഹറാമായ രക്തമാണ് മുഹമ്മദ് ഒഴുക്കിയത്. വാഹദൽ മാൽ, സമ്പത്ത് എടുത്തുകൊണ്ടുപോയി. വാസറ റിജാൽ, ആൾക്കാരെ ബന്ദിയാക്കി. വസ്തഹൽ ഷഹറുൽ ഹറാം, ഷഹറുൽ ഹറാമിനെ മുഹമ്മദ് ഹലാലാക്കി, അതിന്റെ ഹുർമത്ത് ഇല്ലാതാക്കി. അപ്പോഴാണ് പനസറ ഖൗലുഹു തആല യസ്അലൂനക അനി ഷഹ്റിൽ ഹറാം ഖിതാലിൻ ഫീഹി എന്നുള്ള ഈ ആയത്തിന്റെ അവതരണം എന്നാണ്. ഫഅഖദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദല സിറൈൻ, അപ്പോൾ ഈ ആയത്തിന്റെ അവതരണ ശേഷം നബി ആ ഒട്ടകത്തെ എടുത്തു ബന്ദികളെ മോചിപ്പിച്ച് വിടുകയും ചെയ്തു. ഇനി മറ്റൊരു റിവായത്ത് സുഹ്രിയ റവത അന്നഹു ലമ്മ ബലഗ കുഫാർ ഖുറൈശ് തിൽകൽ ഫിയല റക്കിബ വഹദ് മിൻഹും ഹത്ത ഖദിമു അലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു അയഹില്ലു ഖിതാൽ ഫി ശഹ്റിൽ ഹറാം. ഈ വിവരം ഖുറൈശികൾക്ക് കുഫാറിന് കിട്ടിയപ്പോൾ അവരെ കൂട്ടുന്ന ഒരു സംഘം യാത്ര ചെയ്ത് റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു എന്നാണ്, ഷഹ്റുൽ ഹറാമിൽ യുദ്ധം ചെയ്യുന്ന ഹലാലാവോ മുഹമ്മദൻ ഫനസല, അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയാണ് മറ്റൊരു വാറ്റ്. ഹാക്കദ അവരുടെ ഖിസ്സ ബഅദുൽ മുഫസ്സിരീൻ, ചില മുഫസ്സിരീങ്ങൾ ഈ ഖിസ്സ ഈ രീതിയിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. وقالوا في صدرها في رجب الى يختلف مع قوله وكان اخر من جمادى. അപ്പോൾ റജബിലായിരുന്നു എന്ന് പറയുന്നതും ജുമാദിൽ അവസാന ദിനമായിരുന്നു എന്ന് പറയുന്നതിൽ ഇഖ്തിലാഫ് വരുന്നുണ്ട്. وذكروا ان هذه القصه كانت قبل غزوه بدر بشهرين وبعد الهجره ب17 شهرا. മറ്റൊരു പറയുന്നത് ബദറിന്റെ 2 മാസം മുമ്പായിരുന്നു ഈ സംഭവം, എന്നാൽ ഹിജ്റ കഴിഞ്ഞിട്ട് 17 മാസത്തിന് ശേഷമായിരുന്നു. അപ്പോൾ ഹിജ്റയ്ക്ക് ശേഷം 17 മാസമായിട്ട് ബദറിന്റെ 2 മാസം മുമ്പ്. واخرج السيوطي في اسباب النزول اما ما اتى ابن اسحاق من حديث جندب بن عبد الله مختصرة. ഇനി സയ്യൂത്തി ഉദ്ധരിക്കുന്നുണ്ട് പിന്നെ ഇബ്നു ഇസ്ഹാഖ് അല്ലാത്തവർ എന്ന് പറഞ്ഞുകൊണ്ട് ജുന്ദബ് ബിൻ അബ്ദുല്ലാഹി ഹദീസ്. അപ്പോൾ ഇന്നഹും ഖത്ർ ബിൻ ഹദ്റമി വലം യദു അന ദാലിക യൗമിൻ റജബ മിൻ ജുമാദ, എന്ന് പറയുന്നത് ഈ അബ്ദുല്ലാഹ് ബിൻ ഹദ്റമിയെ അവർ കൊന്നപ്പോൾ അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ ഈ ദിവസം റജബിലാണോ ജുമാദിലാണോ, ആ വിഷയത്തിൽ വ്യക്തതയില്ലാതെയാണ് അവർ കൊന്നതെന്ന്. ഫഖാല ഫി ആഖിരിഹ ഫഖാല ബഅദുഹും ഇല്ലം യകുന അസ്ഹാബു വിസ്റ ഫലൈസ ലഹും അജ്റുൻ. അവർ പറഞ്ഞു, ഇവരൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് വരികില്ലെങ്കിലും ഇതിന് കൂലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, ഫലൈസ ലഹും അജ്റുൻ. ഫഅൻസലല്ലാഹു, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി ഇന്നല്ലദീന ആമനൂ വലം ഹാജറു. അപ്പോൾ മുനികളായി ഹിജ്റ പോയി ജിഹാദ് ചെയ്ത ആൾക്കാർ മുനികൾ തന്നെയാണ്, അവർ പ്രതികളാണ് എന്നായത്. ഈ നൽകാൻ തഫ്സീർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ സാലിമ ഇന്ന കലാം യുഫീദ് അന്നൽ ആയാത്തി നസലത്ത് മുതഫർരിഖ. സാലിമ ഇത് പറയുന്നത് ഈ ആയത്തുകൾ പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളായിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. സവാബു അന്നൽ ആയാത്തി സലാസ നസലത്ത് വാഹിദ മറ വാഹിദ, എന്നാൽ ശരി ഈ 3 ആയത്തുകളും ഒറ്റ സംഭവത്തിൽ ഒറ്റ തവണയായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് പ്രതികളാണ്. ഈ കുത്തിബ അലൈക്കും ഖിതാൽ ഇലാഹ് ഇലാഹ് ഖാലു ഇന്ന ഹാദിഹി അവ്വൽ ആയത്തിൻ ഖുർആനിൽ ഖിതാൽ, യുദ്ധം ഫർളാക്കിക്കൊണ്ടുള്ള ഒന്നാമത്തെ ആയത്തിലാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. وكذلك في السنة الثانية من الهجرة, أن الهجرة രണ്ടാമതാണ്. وقد كان القتال ممنوعا, അതുവരെയും ഖിതാൽ വിലക്കപ്പെട്ടതാണ്. فأذن فيه بعد الهجرة بقوله أذن للذين يقاتلون بأنهم ظلموا إن الله على نصرهم لقدير എന്ന് പറയുന്ന സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ ആയത്ത്. അപ്പോൾ അതിൽ പറയുന്നത് ഇതുവരെയും യുദ്ധം ചെയ്യപ്പെട്ട യുദ്ധത്തിന് വിധേയരായ ആളുകൾക്ക് അനുമതി ഇല്ല, അവർ ഇതുവരെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിനാൽ തിരിച്ച് യുദ്ധം ചെയ്യാൻ അങ്ങനെ യുദ്ധാനുമതി വരുന്നതാണ്. ചുമ കത്തബ ജാഹിസന ചുമ കുത്തുബ ജാഹിസന, പിന്നീട് അതേ വർഷം തന്നെ യുദ്ധം മക്തൂബായി നിർബന്ധമായി എന്നുള്ളതാണ്. ونقل عن ابن عمر وعطاء ان القتال كان واجبا في ذلك الوقت للصحابه فقط، وهذا المراد من الايه.
എന്നാൽ ഇബ്രാഹിം അത്തം പറയുന്നത് അന്നത്തെ ഘട്ടത്തിൽ സഹാബികൾക്ക് മാത്രമായിരുന്നു ഈ ഖിത്താൽ വാജിബായിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നതും എന്നാണ് അവരുടെ കാര്യം. അത് സലഫിലാനും ഖിത്താൽ മന്ദൂബിലെ ഖിത്താൽ വാജിബല്ലെന്നും വളരെ മുന്നമുള്ള മന്ദൂബായ കാര്യമാണെന്നാണ് സലഫിന്റെ പക്ഷം. വസ്തുതല്ലൂബി കൗലി അതിന് അവരുടെ തെളിവിലാണ് അല്ലാത്ത പോലാണ്. അല്ലാഹു മുജാഹിദീന അംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖാഇദിന ദറജ കുല്ലഹും വഅദല്ലാഹു ഹുസ്ന എന്നുള്ള ആയത്ത് സൂറത്തുൽ നിസായിൽ മുജാഹിദീങ്ങളായുള്ള ആളുകൾക്ക് അംവാലും അൻഫുസും ഉപയോഗിച്ച് ത്യാഗം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു അടങ്ങിയൊതുങ്ങി കഴിയുന്ന കാര്യങ്ങളായ മുഅ്മിനീങ്ങളെക്കാൾ ദറജ ഫളലായി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഏറ്റവും നല്ലത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ ആ വാദം ഈ ആയത്തോടെ തന്നെ തള്ളപ്പെടുന്നു. കാരണം ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഖിത്താലിന് പോകാൻ ശാരീരികമായ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്ത ലറർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ രോഗപീഠകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. ലിമ നതഖദ്ദിലായ ആയത്ത് അങ്ങനെയാണ് ആ വിഷയം സംസാരിച്ചത് എന്നുള്ള ആൾക്കാർ പറയുന്നത്. നമ്മൾ ഖായിദുൻ ഖറാഅത്തുൽ ഖിത്താൽ എന്നാൽ യുദ്ധത്തിന് പോകാൻ ഇഷ്ടമില്ലാതെ ഇരിക്കുന്ന ആൾക്കാർ വേറെയാണ്. അവരുടെ ഒക്കെ വേറെ മുമ്പ് സുഹൃത്തി പറ യുദ്ധത്തിന് പോകാൻ ഇഷ്ടമില്ലാതെ ഇരിക്കുന്നവരുടെ കാര്യം സുഹൃത്ത് പറയാം. ഇന്നൽ ഖിത്താല വാഹിദ വേറൊരു കീല പറഞ്ഞത് ഇത് എന്നുള്ളത് ഖിത്താൽ എന്നുള്ളത് ജീവിതത്തിൽ വായിച്ചത് ഒരിക്കലെങ്കിലും ഒരാൾ ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. എന്നാൽ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടില് ഉണ്ടായിട്ടുള്ള ഈ ഖിലാഫിന് ശേഷം ഉണ്ടായ ഒരു ജിമാ എന്താണ്? ജിഹാദ് സുന്നത്തോ അഭിലഷണീയമോ എന്ന് പറഞ്ഞ പോലെ ഫർളു കിഫായ വ്യക്തിഗതമായി പറഞ്ഞില്ലെങ്കിലും സമുദായത്തിന് മൊത്തം പറഞ്ഞത് എല്ലാവരും ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും എന്നുള്ളതാണ്. ഇല്ലാ അത് ബിലാദ് മുസ്ലിമിൻ ഫാത്തിഹാൻ. എന്നാൽ മുസ്ലിങ്ങളുടെ നാട്ടിൽ ശത്രുക്കൾ വിജയികളായി കടന്നു വരുന്ന പക്ഷം ഫൈൻ ഫർലായി അപ്പൊ വ്യക്തിപരമായി തന്നെ ഫർലാവും. ഇല്ലെങ്കിൽ സമുദ്രം ആരെങ്കിലും പോയി ചെയ്താൽ മതി. ഇങ്ങനെ അവരിറങ്ങിയാൽ ഫർലായിനായി മാറും ഖിത്താൽ എന്നുള്ളതാണ് ഇജ്മാഅ്. അമ്മ ഖൗലു തആല വഹുവ ഖുർഹുല്ലക്കും എന്നുള്ള പ്രയോഗത്തെ അദ്ദഹു ബഅദു മിനൽ മുശ്കില അതൊരു മുശ്കിലത്തായിട്ട് ചില ആൾക്കാർ എണ്ണുന്നുണ്ട് ഈ പ്രയോഗം. ഇത് കൈഫ യുക്റഹുൽ മുഅ്മിനൂൻ മാ യകല്ലിഫുല്ലാഹു തആല ഇയ്യാഹു ഫീ സഅൽതും കൈഫ യുക്റഹുൽ മുഅ്മിനൂൻ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് കൽപ്പിക്കുന്ന ഒരു കാര്യം അവരുടെ സൗഭാഗ്യം അല്ലാതെ ഇരിക്കുന്നതും അങ്ങനത്തെ ഒരു കാര്യം മുഅ്മിനീങ്ങളാണെങ്കിൽ അവരെങ്ങനെ വെറുക്കുക? നിങ്ങൾക്ക് ചിലപ്പോൾ ഉറപ്പുണ്ടാകുന്നുണ്ടോ? അതെങ്ങനെ ഭൂരിപക്ഷം പേരും ഈ കുറുഹിനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസം, ഒരു മടുപ്പ്, ഒരു ഉറപ്പ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അതിനെ വീക്ഷിക്കുന്നത്. അത് തൃപ്തിയാണെന്നും അത് നിർവഹിക്കാൻ താല്പര്യമുള്ളവരാണെന്നും ഉള്ളതിനെ തടസ്സമില്ല. തൃപ്തിയുള്ളതും ആഗ്രഹമുള്ളതുമായ കാര്യമാണെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ആണോ പിന്നെ എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഉറപ്പുള്ള അല്ലാതെ അതിനോടുള്ള യോജിപ്പല്ല. അള്ളാഹ് കൽപ്പിച്ചതാണല്ലോ എന്നുള്ളവർക്ക് അതിന്റെ ഭാരം ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരാണ്, അത് അംഗീകരിക്കുന്നവരാണ്. അതിനെതിരല്ല ഈ പറഞ്ഞ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു പ്രയാസം പറയലെങ്കിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിനുള്ള മസ്ലഹത്തുമായി അള്ളാഹു തആല വെച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളാഹ് പറയുന്നത് ജനങ്ങളെ ഒരു കൂട്ടർ വേറെ കൂട്ടരെ കൊണ്ട് പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം അള്ളാഹു ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ യൂത ആരാധനാപടങ്ങൾ, അതുപോലെ ക്രൈസ്തവ ദേവാലയങ്ങൾ, പിന്നെ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, അള്ളാഹുവിന്റെ പേര് പിന്നെ ധാരാളമായിട്ട് ഓർമ്മിക്കപ്പെടുന്ന മസ്ജിദുകൾ എല്ലാം തകർക്കപ്പെടുന്ന സ്ഥിതിവിശേഷം വരുമായിരുന്നു എന്നാണ്. അപ്പൊ അതാണ് പിന്നെ ഈ മുസ്ലിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇഷ്ടമുള്ളതും അംഗീകാരമുള്ളതുമായ കാര്യമാണ് ചില സമയത്ത് പറയുമ്പോൾ പെട്ടെന്ന് അത് ചാടി പുറപ്പെട്ടോളന്നില്ല. ആ ഒരു നേരിയ നിരസനം കാണിക്കുമ്പോൾ പറയാം. അല്ല ഇല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നെ അത് ചെയ്യുന്നുണ്ട്, ചെയ്യുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, അതിന്റെ പുഷ്പിക്കുന്ന ഉദാഹരണം വളരെയേറെ ആയിട്ടുള്ള മരുന്ന് ഉദാഹരണം അവന് ലക്ഷ്യാൽ മുസ്ലിദ പ്രഭാൻ. ഇനി സ്വാഭാവികമായും ലളിതത്തുള്ള കാര്യം എന്ന് പറഞ്ഞത് അത് ചെയ്യുന്ന ആൾക്ക് പിന്നെ അതിന്റെ പിന്നാലെ മനസ്സിൽ ഒരു ഉപദ്രവം അല്ലെങ്കിൽ ജനങ്ങൾ അതിനോട് തർക്കിക്കും എന്നുള്ള ആൾക്കുള്ള സംഗതി അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ് ഈ പറഞ്ഞ ലളിതത്തായിട്ടുള്ള ചെയ്യാൻ വലിയ ആനന്ദം തോന്നുന്ന കാര്യം പറയുന്നത്. അത് തഖ്രീറുമാ ഖാലഹുൽ മുഫസ്സിറൂൻ മുഫസ്സിറുകൾ പറഞ്ഞതിന്റെ ഒരു പിന്നെ തഖ്രീറാണ്, അതിന്റെ എന്താ പറയാ സമർത്ഥനം ആണ് ഈ പറഞ്ഞത് തഖ്രീർ. പക്ഷെ ഇവിടെ മുഹമ്മദ് പറഞ്ഞത് ഇന്നഹു ലാ യുദ്ഹർ അലാ ഹാദാ മാനൻ വജീ, ഇങ്ങനെ പറഞ്ഞാൽ ഒരു ന്യായയുക്തമായ മാന അതിൽ നിന്ന് കിട്ടൂല എന്നാണ്. കാരണം അല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന അള്ളാഹുവിനറിയും നിങ്ങൾക്കറിയില്ല. ഇവിടെ ആഗ്രഹം താല്പര്യം പറഞ്ഞാൽ അതിന്റെ പിന്നാലുള്ള സംഗതികളൊക്കെ അവരുടെ പ്രതീക്ഷയിലും അറിവിലുണ്ടെന്നല്ല വരിക. കിതാബിലെ വായിബീനാണ് അവർക്ക് അറിയാതെ വായിബീങ്ങളായി നിൽക്കുകയും പിന്നെ കിതാബ് അവരതിലേക്ക് പിന്നെ ഹിദായത്താക്കി ചെയ്ത കൂട്ടത്തിലല്ല വരുന്നത്. ഇവിടെ എത്ര പ്രയോഗങ്ങൾ അസാം പ്രഹാസുള്ള ചിലപ്പോൾ ആയേക്കാം എന്നുള്ള അർത്ഥമാണ് പറയാം. പക്ഷെ ഇവിടെ പിന്നെ ഉണ്ടാകുന്ന കാര്യം ലാൻഹു മർജൂമിൻ മുത്തക്കല്ലിം മുത്തഖ
അത് ഉണ്ടായേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമല്ല, സംസാരിക്കുന്ന ആളുടെ ഒരു തവക്കൽ മാത്രമല്ല, ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന അർത്ഥമാണ്. കാരണം കുർഹ മഹ്മൂദ് അല്ലാതെ പറയും. അതോടൊപ്പം തന്നെ കുർഹ് എന്നുള്ളതിന് വ്യാഖ്യാതാക്കൾ പറഞ്ഞ അർത്ഥത്തിലല്ലാതെ വ്യാഖ്യാനിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. വ്യാഖ്യാതാക്കൾ പറഞ്ഞ അർത്ഥത്തിലുള്ള പിന്നെ കുർഹിന്റെ അർത്ഥം ശരിയാവില്ല. ذلك നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിതനാകുമ്പോൾ അറബികൾ പിന്നെ ശക്തമായ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പഞ്ചാബ് തുടർച്ചയായിട്ടുള്ള തർക്കം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ പിടിച്ചു വലിക്കാനും തുറന്നെടുക്കാനും വേണ്ടിയുള്ള യുദ്ധമായിരുന്നു അന്ന്. അത് പിന്നെ അള്ളാഹു അസ്ബാബിൽ അന്നത്തെ സമ്പാദ്യത്തിന്റെ ഏറ്റവും വലിയ വഴിയായി പിടിച്ചു പറി എന്നുള്ളത്. കാരണം സഹാബത്തുൽ അലിഫു കിതാബ്, സഹാബികളും നേരത്തെ കാലത്ത് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ യുദ്ധം പരിചയപ്പെട്ടവരാണ്. അതവർക്ക് പരിചയമുള്ള സംഗതി ജീവിതത്തിലെ എന്നുള്ള കാര്യം. അതുകൊണ്ട് അതിനെ സ്വാഭാവികമായിട്ട് വെറുക്കുന്നുണ്ട്. അത് ശരിയല്ല. പക്ഷെ അവർ മനസ്സിലാക്കുന്ന കാര്യം, ഈ ദീൻ ഉൾക്കൊണ്ട് ഈ ദീനിന്റെ ഹിദായത്ത് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ചെറിയൊരു സംഘം മാത്രമാണ്. മാത്രമല്ല അവര് പിന്നെ മുശ്രിക്കീങ്ങൾ തങ്ങളോട് നേരിടുന്നുള്ള പേടി അവർക്കുണ്ട്, ശക്തമായി നേരിടും. അങ്ങനെ ഒന്നാം തങ്ങൾ നശിക്കും. അപ്പോ തങ്ങൾ ഏതിലേക്ക് നയിക്കപ്പെട്ടു? ആ സത്യയുടെ പരാജയപ്പെട്ടു, പാഴായിപ്പോകും. ഏതൊരു സത്യം നിലനിർത്താൻ ദാവത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു അതുകൂടെ ഇല്ലാതായിപ്പോകും. അതാണ് അവർ പേടിക്കുന്നത്. ഇനി വേറൊരു വ്യാഖ്യാനം കൂടി ഉണ്ട്. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്നുള്ള ഭയമായിരുന്നില്ല ഖുർആന്റെ അടിസ്ഥാനം. അതേപോലെ തന്നെ അവരെ വഹിപ്പിച്ചിട്ടുള്ള സത്യം, ആ സത്യം പാഴായി പോകും, ആരും എടുക്കാനുള്ളതായി പോകുന്നുള്ളതായിരുന്നില്ല അവരുടെ ഖുർആൻ. മറിച്ച് സമാധാനം എന്നൊരു ഇഷ്ടമുണ്ടല്ലോ, ജനങ്ങളോട് കാര്യം കാണിക്കാനുള്ള ഇഷ്ടം. ഖുർആൻ അത് അവരുടെ മനസ്സിൽ ഖുർആൻ സന്നിവേശിപ്പിച്ച സംഗതിയാണ്. ജനങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം, സമാധാനം പ്രചരിപ്പിക്കണം, സമാധാനം വാഴുന്നുള്ളത്. സമ്പത്തലീമാൻ പൊതുവിക്കും ഇസ്ലാം ഖുർആൻ അത് അവരുടെ മനസ്സിൽ നിക്ഷേപിച്ചു, ഈമാൻ അത് അവരുടെ കൽബിൽ കൂടുതൽ സ്ഥാപിതാക്കുകയും ചെയ്തു. ഖുർആൻ അതോടൊപ്പം കാഫിര്യങ്ങളോട് പിന്നെ മുസാബ, അവരോട് സബർ പാലിക്കണം, മത്സരിച്ച് സബർ പാലിക്കണം. അതേപോലെ തന്നെ തെളിയിലുകൊണ്ട്, കൃത്യമായ തെളിവുകൊണ്ട് അവരുമായി സംവാദം നടത്തണം എന്നുള്ളതിന്റെ ഇഖ്തിയാർ വരുന്നത്. അത് ഒരു ശ്ലാഘനീയമായ കാര്യമാണെന്നുള്ളത് ആയിട്ട് വരുന്നത്. ദൂന മുജാഹിൻ. അപ്പോ ദലീലും ബുർഹാനും കൊണ്ട് ഏറ്റുമുട്ടുന്നല്ലാതെ വാളും കുന്തവും കൊണ്ട് ഏറ്റുമുട്ടുക എന്നുള്ള അവിടെ വന്നിട്ടില്ല. അപ്പൊ എന്താ വാള് പ്രയോഗിക്കാതെ കുന്തം പ്രയോഗിക്കാതെ അവർ ഇസ്ലിമിലേക്ക് ഒന്നായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയില്ല. ഷെയ്ത്താന്റെ കൽപ്പനകൾ അവർ ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ള ഹോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചില ഇഷ്ടപ്പെടും, വാസ്തവത്തിൽ നിങ്ങൾക്കൊരു ഷർറായിരിക്കും എന്ന് പറയുന്നത് നേരത്തെയുള്ള മാനേജ് കിട്ടാത്ത വിധം അതിന്റെ കൂടുതൽ പോയിന്റുകളുടെ ഇത് വ്യക്തമാവും ഈ വ്യാഖ്യാനപ്രകാരം. ഇനി വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ എന്ന് പറയുമ്പോഴുള്ളത് എന്താ? അന്ന ഖിയാസക്കും ജമിഅൽ കാഫിരീൻ അലാ അൻഫുസിക്കും. നിങ്ങളോട് പിന്നെ തുല്യപ്പെടുത്തുക, ഇന്ന് നിങ്ങളോട് ഖിയാസാക്കുക എന്നുള്ളത്. അപ്പോൾ തവക്കുവക്കും ജയ്യൻ റഹ്മിനൽ ഈമാൻ മാ ജയ്യനക്കും. അവരുടെയൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് ഈമാൻ വളരെ ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ട പോലെ അവരുടെ മനസ്സിൽ ഈമാൻ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെടും, അവരും മുഅ്മിനീങ്ങളാകും എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ. ഖുമിനൽ അഖീസത്തിൽ ബാത്തില, ആ കണക്കുകൂട്ടൽ, ആ ഖിയാസാക്കൽ നിരർത്ഥകമാണ്. കാരണം ഓരോ സംഗതിക്കുള്ള ആൾക്കാരുടെ മാനസികമായ തയ്യാറെടുപ്പ് സന്നദ്ധതയും വലിയ തോതിൽ വ്യത്യാസപ്പെടും. ചിലർ സ്വഭാവം വളരെ മോശമായിട്ട് അതിന്റെ പാപങ്ങളൊക്കെ വലയം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. സത്യത്തിന്റെ ഒരു സ്പിരിറ്റിന്റെ അവരുടെ അക്കലിലേക്ക് കടന്നെല്ലാം ഒരു പഴുത് പോലും ബാക്കി ഉണ്ടാവില്ല. അത്ര അവർ ദുഷിച്ച നശിച്ച വർഗ്ഗമായിരുന്നു. ഹൈർ ചെയ്യാനുള്ള ഇഷ്ടം അവരുടെ കൽപ്പിലേക്ക് ഒരിക്കലും കടന്നു വരാൻ ഒരു പഴുതുണ്ടാവില്ല. ഇത്തരം ആളുകളുടെ കാര്യത്തിൽ ത്യാഗത്തൊട്ടും പ്രയോജനപ്പെടാൻ പോകുന്നില്ല. ഹിദായ, അവർ ഹിദായത്തിലാവുന്ന പ്രതീക്ഷിക്കാനും വഴി കാണുന്നില്ല. ഇത്തരം ഒരു ടീം ഒരു ഉമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് തുടിച്ചരക്കം പോലെയാണ്. അത് പുറത്തു പോയിട്ടില്ലെങ്കിൽ നാശാക്കും, ശരീരത്തെ നാശാക്കും എന്ന പോലെ ഇത്തരം ഒരു ടീം സമുദായത്തെ നാശാക്കും അവർ പുറത്തു പോയിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ്. അവരോട് കിതാൽ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് ഇല്ല റഹ്മത്തൻ മജ്മുഉൽ തുഫ്സിലബിഹിം. സമുദായത്തെ മൊത്തം അവർ ഫസാദാക്കും എന്ന് കണ്ടപ്പോൾ ആ സമുദായത്തോടുള്ള അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അപ്പൊ ആ കാരുണ്യമാണ് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കാതിരുന്നതിന് പിന്നിലുള്ളത്. നല്ല സ്വഭാവമുള്ള നല്ല ശുദ്ധ പ്രകൃതി പ്രയാസമില്ല. കാരണം ബാത്തിൽ അവർ ചെന്നു കൂടത് അറിവില്ല ചെന്നു കൂടത്, അവരുടെ അറിവ് രീതികൾ കൊണ്ട് ചെന്നു കൂടത്, എന്തിനെ കുറിച്ച് അറിവുകൾ, ഹക്കിനെ കുറിച്ചുള്ള അറിവുകൾ കൊണ്ട് അവർ ബാത്തിൽ ചെന്നു കൂടത്, ചില ഷെറുകളൊക്കെ അവർക്ക് ബാധിച്ചത്. ഇതൊക്കെ ഈ അറിവി തമ്പി ബൈനഹുബൈനൽ ഹൈർ, ഷെറും ഹൈറും വേർതിരിച്ച് വെച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ്, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അൻതും അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ലാ തഅലമുന ഇലന്നാസ്, ഓരോ ആളുകളുടെയും സന്നദ്ധത എന്ന് പറഞ്ഞതിന്റെ പൊരുൾ, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. വല്ലാഹു യഅലം, അല്ലാഹു അറിയും. വലാമായകുന്ന അലൈഹിം സബീൽ, അതിന്റെ ഫലമായി അവരുടെ ഭാവിയിൽ എന്തുണ്ടാകാൻ പോകുന്നുള്ള കാര്യം അവർക്കറിയില്ല. ഇന്നമല്ലാഹു ഹുവല്ലദീ യഅലം ദാലിക, മറിച്ച് അറിയുന്നത് അല്ലാഹു മാത്രം. ഫംതശിലു അംറ, അതിനാൽ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് നിങ്ങൾ അനുസരിക്കുക.
പോലെയുള്ള ആദ്യ ന്യായ പ്രകാരമാണെന്ന് അള്ളാഹുവിന്റെ നടപടിക്രമം നേട്ടത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഹത്തിനെയും ഹത്തിന്റെ പാർട്ടിയെയും സഹായിക്കുക അള്ളാഹുവിന്റെ നിലപാട്. ഈ അള്ളാഹുവിന്റെ സംഘം പറയുന്നവർ അവരുടെ ഹത്ത് നിലനിർത്തുന്ന കാലത്തോളം ക്ഷണിക്കുകയും ഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അതാണ് എന്നാൽ പ്രതിരോധിക്കാൻ നിൽക്കാതെ ഇരുന്ന് ഒരാൾ കഴിച്ചുവിട്ടാൽ അത് ആ ഹത്ത് നിർവഹണത്തിലെ അത് ആ വീക്ക്നെസ് കാണിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും. അവർക്ക് തോന്നും ഇവരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കൊടുക്കാമെന്നുള്ള ഉണ്ടാവും. സത്യത്തിന്റെ ആൾക്കാരെ ശരിക്കും ശിക്ഷിക്കാം, പാഠം പഠിപ്പിക്കാം എന്നുള്ള ഒരു പൂതി അവർക്ക് ഉണ്ടാക്കാനും ഈ ഒരു നിലപാട് സഹായിക്കും. ഹത്താല പോലെയും ബയോബി അങ്ങനെ അവരെല്ലാം കൂടി ഉടനെ ചാടി വീഴും. അള്ളാഹുവിന്റെ അൽബിൽ നേരത്തെ കടന്നിട്ടുള്ള സംഗതിയാണ്. അള്ളാഹുവിന്റെ ദീനെ അവൻ സഹായിക്കാതിരിക്കില്ല. ആ ദീനിന്റെ ആൾക്കാർ എണ്ണം കുറവാണെങ്കിലും അള്ളാഹു അവരെ സഹായിക്കാതിരിക്കില്ല. പക്ഷേ അസത്യത്തിന്റെ വക്താക്കൾ അവർ എത്ര അധികം ഉണ്ടെങ്കിലും അള്ളാഹു കൈവഴി എന്നുള്ള അള്ളാഹുവിന്റെ അറിവ് വന്നുള്ള ാണ് പിന്നെ അതിജയിച്ച എത്ര വന്ന പേരുകൾ എങ്ങനെ അള്ളാഹുവിനെ തൊഴിൽക്കൊണ്ടു അള്ളാഹു ആസ്വാബിനെയും ഇതെല്ലാം അള്ളാഹ് അറിയാം. നിങ്ങൾക്കാവട്ടെ നിങ്ങളുടെ വൈബിനകത്ത് നിങ്ങളുടെ വരാൻ പോകുന്ന കാര്യങ്ങളായിട്ട് അള്ളാഹു തെളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിങ്ങളാണ് അത് കാണും. അതേപോലെ തന്നെ അള്ളാഹു നിങ്ങൾ കാണുക അവന്റെ നിർദ്ദേശപ്രകാരം അമൽ ചെയ്താലാണ്. അപ്പൊ അങ്ങനെ അമൽ ചെയ്ത് അള്ളാഹിനെ അനുസരിച്ച് പോയ പരലോകത്ത് അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാം എന്നാണ്. അപ്പൊ ഈ സമുദായത്തിന് യുദ്ധം എന്നത് അള്ളാഹു താല നിർബന്ധമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് രക്ഷപ്പെടാൻ പഴുതില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷം ഇനി വിശ്വാസികൾ യുദ്ധത്തെ പേടിക്കുകയാണെങ്കിൽ എന്തിന്റെ പേരിൽ യുദ്ധത്തിൽ പോയിട്ട് അവരൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഹത്തിന്റെ ആൾക്കാർ മുഴുവൻ തക്കുല്ലാതാവും എന്ന പേടി. അല്ലെങ്കിൽ അവർക്ക് ആ പേടി കൊണ്ട് അള്ളാഹു അവരുടെ മനസ്സിൽ സന്നിവേപ്പിച്ച കാരുണ്യബോധം കൊണ്ട് പ്രമാണവും തെളിവൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാരെ ഈമാനിലേക്ക് ക്ഷണിക്കാനുള്ള പ്രതീക്ഷ അത് മനുഷ്യരുള്ളതുകൊണ്ടാണ്. ബഹുലർച്ച അതാണ് കൂടുതൽ ബലവത്തായുള്ള വീക്ഷണം. ബയ്യൻ സുബ്ഹാനഹു മസ്തറത്തൻ ലാ ബുദ്ദ ഫീ ഹാദൽ മഖാമിൻ ബയാനിഹ. ഇതിന് ശേഷം അല്ലാഹു തആല വിവരിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള മസ്തറയാണ് വിവരിക്കുന്നത്. എന്തിനാ വിവരിച്ചേ പറ്റു പറയുന്നത്? അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. അല്ലാഹു വഖഅ സുആലു അൻഹ എന്നാൽ ഇങ്ങനെ ഒരു സംഗതി ചോദ്യം ഉണ്ടായിട്ടുള്ളതാണ്. വഹിയ മസ്അലത്തുൽ ഖിതാൽ ഫി ഹറാം. ആ ചോദ്യം വന്നത് യുദ്ധം പാടില്ലാത്ത മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ ന്യായാന്യാദികളെ കുറിച്ചാണ്. യുദ്ധം പാടില്ലാത്ത മാസങ്ങളിൽ, അതായത് പിന്നെ റജബ്, ഈ മാസങ്ങളിൽ യുദ്ധത്തെ ഹറമായി തന്നെ അറബികളും കണ്ടിരുന്നു. യുദ്ധം വരുന്നതിന്റെ അറബികളും അങ്ങനെ കണ്ടിരുന്നു. ആൾക്കാർ ചെയ്തു പോരുന്ന കാര്യങ്ങളിൽ കബീഹ് അല്ലാതെ ചെയ്യാൻ നബി അംഗീകാരം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ശബ്ദം കണ്ടെഴുതിയത് ഒരു കൊല്ലത്തിൽ 4 മാസം യുദ്ധം ഉപേക്ഷിക്കാനുള്ളത് നല്ല കാര്യം. ജനങ്ങൾ തക്ലീറുൽ ഇഷർ, കാരണം ഷർ അത്രയും പുറക്കാനാളുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് അബ്ദുൽ ജാഷും കൂടുതൽ ആൾക്കാർ ചെയ്ത കാര്യം മുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങളുടെയും അടുക്കൽ വളരെ പരിതാപകരമായ സംഗതിയായിട്ട് അവരുടെ മനസ്സിൽ ബോധ്യപ്പെട്ടത്. എന്നാൽ അവര് ഒട്ടകങ്ങൾ തെളിച്ചുകൊണ്ട് വരുമ്പോഴോ കൊന്നാളെ കൊല്ലുമ്പോഴോ ഇത് റജബിന്റെ തുടക്കത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അവർ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള അവസ്ഥ കൽപ്പിച്ചു കൂട്ടി ലംഘിച്ച ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അങ്ങനെയും നെഫിറായിട്ട് വന്നത് ജവാബ് അതിന്റെ ഇനം തിരിച്ചും പറഞ്ഞത്. കാരണം അപ്പൊ എന്തെങ്കിലും ഒരു യുദ്ധം അൽക്കിത്താലല്ല കിത്താലുമ ഏതെങ്കിലും ഒരു യുദ്ധം ഇപ്പൊ എത്ര മാസത്തിൽ വരുന്നത് ശരിയാകോ എന്നാണ് അതിന്റെ അർത്ഥം. യുദ്ധം എന്നുള്ളത് എത്ര ചെറുതാണെങ്കിലും ശരി അത് വളരെ വെറുക്കപ്പെടുന്ന ഒരു ഗൗരവകരമായ കാര്യമാണ്. അതിന്റെ ഹുർമത്ത് അത്രയും വലുതായതുകൊണ്ട് ഇതിന്റെ അർത്ഥം വൻ പാപം എന്നാണ് എന്ന് പറഞ്ഞവരുണ്ട്. ആ തക്രീം ഹർമത്തിൽ ഷഹർ ഹറാമില് യുദ്ധം പാടില്ലെന്ന് പറയുന്ന ഒന്നും കൂടി സമർത്ഥിക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നോട് സത്യം ചെയ്ത അള്ളാഹുവിൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹറമിൽ വെച്ചോ ഹറാമായ മാസങ്ങളിൽ ഉൾപ്പെട്ടോ ഒരു യുദ്ധം ജനങ്ങൾക്ക് ഒരിക്കലും ഹലാലാവില്ല. ഇല്ല അല സബീൽ ദഫ്, ഒരു ദഫിന്റെ നൽകല, ഒരു പ്രൊട്ടക്ഷൻ, ഒരു പ്രതിരോധം എന്നുള്ളവർക്ക് മാത്രമേ അത്തരം ഒരു യുദ്ധം പാടില്ലാത്ത മാസം യുദ്ധം ചെയ്തു കൊടുക്കും.
ഇത് അവിടെ ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന വിധിയാണ് തന്നെ. കാലഭാഗം ഇന്ന മനസ്സൂഖം ബിഖൗലി ഫഖ്തുൽ മുശ്രിക്കീൻ ഹൈസു വജദ്തുമൂഹും. നിങ്ങൾ മുശ്രിക്കീങ്ങളെ കണ്ടെടുത്ത് കൊണ്ടോളൂ എന്നുള്ള ആയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് മൻസൂഖ് ആയതാണ് എന്ന് പറയുന്നത്. അൻകർവാദം ചിലർ അതിനെ നിഷേധിക്കുന്നുണ്ട്. കാരണം ഒരു ആമ കൊണ്ട് ഖാസിനെ നസ്ഖയിലാണ്. അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ഖിലാഫ് തീർച്ചയായിട്ടുണ്ട്. അപ്പം ഷഹൽ ഹറാമിലെല്ലാം യുദ്ധം പൂർണ്ണമായി ഹറാം എന്നല്ലതുകൊണ്ട് വരുന്നത്. അപ്പോ കിതാലിൻ ഫീഹി എന്ന് പറയുമ്പോൾ അത് നക്കിറാണ്. ഏതോ യുദ്ധം എപ്പോഴും യുദ്ധം അത് ആമാവില്ല. ഈ വാദം ലാഹിറല്ല, ബോധ്യാന്നല്ല. ഇവിടെ കിതാലിൻ ഫീഹി നക്കിറ പ്രയോഗിച്ചത് ഏത് യുദ്ധം ഹറാമായ മാസം ചെയ്താലും അത് ഗൗരവമാണെന്ന് സൂചിപ്പിക്കാൻ ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞു നെക്കറാക്കാനുള്ള അതുപോലെ വൈവിധ്യങ്ങൾ കൊണ്ടുവരാനുള്ള ആശയം വരുത്താനാണ് അങ്ങനെ പറഞ്ഞത്. ഫലമില്ലാറ്റി കലാം തഫ്സീർ. ഇനി ഇതും അല്ലാത്ത ഒരുപാട് അഭിപ്രായങ്ങൾ ഈ തഫ്സീർ ഈ ആയത്തിന്റെ തഫ്സീറിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടെന്നാണ്. അപ്പൊ ഇവിടെ പിന്നെ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് ചെയ്തുള്ള കാര്യം മുസ്ലിങ്ങൾ ചെയ്തേക്കാവുന്ന ഒരു കാര്യം അബ്ദുല്ലാഹി ജഹ്ഷ് ചെയ്തതുമായ കാര്യം എന്താ? ആ മാസം യുദ്ധം ചെയ്തു പോകുക എന്നുള്ളതാണ്. അത് ഒരു കായികയുടെ അടിസ്ഥാനത്തിൽ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മാസം യുദ്ധം എന്നുള്ളത്. എല്ലാ ഇൻഗുഹാക്കൽ അതൊരു ബുദ്ധിയും തള്ളി പറയുന്നൊന്നല്ല. ഇതാണ് ബുദ്ധിമുട്ട് ഹരീമ. രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ടാമത് സ്വീകരിക്കേ പറ്റുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഉപദ്രവം കുറഞ്ഞതോ അത് സ്വീകരിക്കുക, അത് വാജിബാണ്. കിതാബ് എന്നുള്ളത് സ്വമേധയാ നോക്കുകയാണെങ്കിൽ വലിയ ഗൗരവമുള്ള കാര്യമാണ്, വലിയ വാക്കാണ്. അത് ഇങ്ങനെ ചെയ്യുക, അതിനേക്കാളും അലീമായിട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയാണ്. الإسلام وهو الذي يفعل المشركون من قتال المسلمين وفتنة من دينهم إذ يقتلون من يسلم أو يؤذون في نفسه وأهله وماله ويمنعون من الهجرة إلى النبي عليه الصلاة والسلام. അപ്പോൾ മുസ്ലിങ്ങളെ ഫിത്നയാക്കി ചെയ്യുന്നത് പിന്നെ അവരെ ഉപദ്രവിക്കുക, അവരുടെ സമ്പത്തിന് അവരുടെ ശരീരത്തിന് ആൾക്കാർക്ക് ഉപദ്രവം വരുത്തുക, നബിയുടെ അടുക്കിലേക്ക് ഒരു പലായനം ചെയ്തത് തടയുക ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. കുഫ്റുൻ ബിഹി ഐ ബില്ലാഹി തആല, അല്ലാഹുവിലുള്ള കുഫ്ർ എന്നാണ് ബിഹി എന്ന് പറഞ്ഞാൽ. വൽ മസ്ജിദുൽ ഹറാം ഐ വസദ്ദുൽ മസ്ജിദുൽ ഹറാം വഹുവ മിനൽ മുഅ്മിനീൻ മിനൽ ഹജ്ജ് വൽ ഇത്തിമാർ. മസ്ജിദുൽ ഹറാം തടയാൻ വന്നാൽ മസ്ജിദുൽ ഹറാം ഉദ്ദേശിച്ച് ഈ ഹജ്ജിന് മക്കൾക്ക് വരുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ അവസരം കൊടുക്കാതിരിക്കാൻ നിഷേധിക്കണം. മസ്ജിദുൽ ഹറാം തടയാനാണ് വരുന്നത്. മസ്ജിദുൽ ഹറാം ഉണ്ടായിരുന്ന ആൾക്കാർ അവിടെ നിന്ന് പുറത്താക്കാനുള്ളത് അതായത് നബിയും മുഹാജിറുകളും നബിയും മുഹാജിറും അത് കൂടുതൽ ഗൗരവമാണ്. യുദ്ധാനുമതിയുടെ ആയത്ത് പറഞ്ഞപ്പോ എന്നാണ് ഇതിന്റെ കാരണം. ഞങ്ങൾ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതല്ലാത്ത ഹക്കായ കാരണമില്ല. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവമാണ് മിനൽ ഖിതാൽ ഫി ശഹ്റിൽ ഹറാം, പവിത്ര മാസം യുദ്ധം ചെയ്യുന്ന തെറ്റിനേക്കാൾ. ഒന്നല്ല, എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടാവുന്നതാണ്. പിന്നെ അള്ളാഹു ഖിതാൽ നിയമമാക്കാനുള്ള പൊതുവായ നിയമം തത്വം അവിടെ പറയണ്ടായി. പൊതുവായ തത്വം എന്താണെന്ന് വെച്ചാൽ ഫിത്നത്തിന്റെ സന്ധിയും ജനങ്ങളെ ദീനിൽ നിന്ന് ഫിത്നയിലാക്കും ആൾക്കാർ എന്നതാണ്. അപ്പൊ അത് തടയാൻ വേണ്ടി ഒരുപക്ഷെ യുദ്ധം പറമായ മാസത്തിൽ യുദ്ധം ചെയ്യപ്പെട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് യുദ്ധത്തെ സ്വീകരിക്കാം. അത് മഷറൂആണ്, നിയമത്തിന് ഉള്ളിലാണ്. ദീനിൽ നിന്ന് മുഅ്മിനീങ്ങളെ കുറച്ച് പുറത്തെടുക്കാൻ ഫിത്നയിലാക്കാൻ ചെയ്ത എന്താ? ബിൽഖായ് ശുബ്ഹാ, സംശയങ്ങൾ ഇങ്ങനെ ഇട്ടു. അതേപോലെ തന്നെ താജീബായി ഇതായിട്ട് എന്തൊക്കെയുണ്ടോ പീഡനം ഉപദ്രവം അത് അമ്മാറിനെ കുടുംബത്തെ അവർ ചെയ്ത് അങ്ങനെയാണ്. ഇസ്ലാം തീയിലിങ്ങനെ അദ്ദേഹത്തെ തീയിലും ചൂടാക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അമ്മാറിനോട്. അദ്ദേഹത്തെ അങ്ങനെ പൊള്ളിച്ചിട്ട് തീ കൊണ്ട് കളിച്ചിട്ട് പണ്ടുപോലെ അദ്ദേഹത്തിന്റെ തീ പോയ ഭാഗം ചരിത്രത്തിൽ വേറെ കണ്ടിരുന്നു നബി എന്നുള്ളതാണ്. ഇനി ഉമ്മഹാനിൽ നിന്നുള്ള വിവാഹത്തിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇവരൊക്കെ പീഡനത്തിന് വിധേയരായിരുന്നു എന്നാണ്. റസൂലൊക്കെ പറഞ്ഞത് കുടുംബം ക്ഷമിക്കണം ക്ഷമിക്കണം, നിങ്ങളുടെ സങ്കേതം എത്തിച്ചേരാനുള്ള വാദത്തെ കേന്ദ്രം സ്വർണ്ണം തന്നെയാണ്. സബറൻ യാ അലയാസിർ അള്ളാഹു അലിയാസിർ എന്നൊക്കെയുള്ള വിവാഹത്തോട് വന്നിട്ടുണ്ട്. മറ്റേ യാസത്തിൽ അതാ ഈ പീഡനം സഹിച്ചുകൊണ്ട് തന്നെ യാസർ മരിക്കുകയാണ്. സുമയ്യ അമ്മാർ നബി ജഹൽ അതിബ. അതേപോലെ തന്നെ അമ്മാറിന്റെ ഉമ്മ സുമയ്യെ അബൂജഹലാണ് കിട്ടുന്നത്. അബൂജഹൽ അവരെ മാക്സിമം പിടിക്കുന്നുണ്ട്. മൗലാത്തല്ലേ അമ്മി അബി അബൂഹൈഫയുടെ മൗലാത്താണ്, അമ്മിന്റെ മൗലാത്താണ്, അടിമയാണ്. കുവല്ലതി അഹിലി താജിബിയ.
അവരാണ് ഇദ്ദേഹത്തെ, അദ്ദേഹമാണ് ഇദ്ദേഹത്തെ പിന്നെ ഇവരെ പീഡിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ദീനില് ഇതിന് ഫിത്തിനാകപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ മാക്സിമം അതാബ് അവർ ചെയ്തു നോക്കി. പക്ഷേ അവർ ദേശമൊന്നിനും അദ്ദേഹം നൽകിയില്ല. പിന്നെ കുന്തം കൊണ്ട് അവരുടെ വിദ്യസ്ഥാനത്തേക്ക് ഒരു കുത്തുകളിയത് അവർ കണ്ണം മരിക്കുന്നു. അജൂസൻ കബീറ എന്ന് വളരെ പ്രായമുണ്ടാവും. കാരണം അബൂജഹൽ യഖൂല ഹമാദാലി ഇല്ല എന്റെ കശിത്വ മാറി. എന്നാൽ അബൂജഹൽ പറയും പിന്നെ നബിയുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ നബി വിശ്വസിച്ചതാണ് എന്നാരോട് പറയുന്നു. പേരോട് വരുന്ന പൗരന്മാർ വാക്കുകൊണ്ടും അവർ മാക്സിമം തളർത്തി കൊണ്ടിരിക്കുകയും ചെയ്തു. അമ്മാറിന് ചെയ്തത് എന്താ? എരിഞ്ചൂടുള്ള ദിവസം ഇരുമ്പിന്റെ ഒരു അദ്ദേഹത്തെ അണിയിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ചൂടും കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പീഡിപ്പിക്കുകയാണ്. ബിലാൽ അങ്ങേറ്റം പിന്നിലാക്കിക്കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടാണ് ഉമയ്യ ഉണ്ടായത്. അക്കാൻ ശുഭലേഖം യമൻ ഒരു രാവും പകലും കംപ്ലീറ്റ് ഭക്ഷണം വെള്ളം കൊടുക്കാതെ ദഹിപ്പിക്കുകയും വിശപ്പുണ്ടാക്കുകയും ചെയ്യും. ചുമ്മാ തുറഹു അല്ലാഹ്. എന്നിട്ട് കടുത്ത ചൂടുള്ള മണൽപ്പരപ്പിൽ അദ്ദേഹത്തിന്റെ മുതുകത്ത് അദ്ദേഹത്തിടാൻ മുതുക് അവിടെ നിർത്താൻ രീതിയിലിട്ടാണ്. മനുഷ്യന്റെ അല്ല ഏത് മാംസത്തെയും വേവിക്കുന്ന അത്ര കടുത്ത ചൂടുള്ള സൂര്യ ഉഷ്ണത്തിലാണ് ആ മണലിലാണ് അദ്ദേഹത്തെ അവർ കൊണ്ടുവിടുന്നത്. സഫറാലിമ എന്നിട്ട് വലിയ കാർ അദ്ദേഹത്തിന്റെ മുതുകത്തിൽ വെക്കാൻ പറയുന്ന എന്താണ്? ഇങ്ങനെ തന്നെ ആയിരിക്കും എന്റെ സ്ഥിതി, മരിക്കോൾ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ മുഹമ്മദിനെ തള്ളി പറയണം, ലാത്ത വിജയ് ആരാധിക്കാൻ കൊണ്ട് തയ്യാറാവണം. പക്ഷെ അദ്ദേഹം അത് ഒട്ടും കൂട്ടാക്കില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവൻ പോണ്ടി വന്നപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. കാരണം എഴുത്തോനഹൂരിൽ ബിൽദാൻ കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ എഴുത്തൂനഹൂബി കുട്ടികൾ അദ്ദേഹത്തെ കാര്യം കൊണ്ട് കിട്ടും. മക്കയിലെ മലഞ്ചെരുവുകളൊക്കെ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ അവർ കൊണ്ടു നടക്കും തോപ്പി. അപ്പോഴും യഖൂൽ അഹദ് അഹദ് ഏകൻ അള്ളാഹു ഏകൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സ്വയം റിപ്പോർട്ടാണ് ഹബാബ്. ഞാൻ എന്നെ കണ്ടത് ഒരിക്കൽ എനിക്ക് വേണ്ടി ഒരു തീ അവരുണ്ടാക്കി കത്തിച്ചു. എന്നിട്ട് അതെന്റെ മുതുകത്ത് വെച്ചു. സമാസ്വാഹില്ല വധക്കുള്ളവരി. അപ്പൊ എന്റെ മുതുകത്തുണ്ടായിരുന്ന എണ്ണയാണ് അതിന് കത്താതെ കടിക്കാൻ സഹായകമായത്. അപ്പൊ അതിന്റെ മുതൽ ശരിക്കും മുസ്ലിമീൻ ദുർബലരായ മുസ്ലിങ്ങളുടെ നേരെ മുശ്രിക്കീങ്ങൾ കാഴ്ചവെച്ച ഫിത്നയുടെ മോഡലാണ് പറഞ്ഞോക്കെ. അപ്പോ കൗമിൽ നിന്ന് അസുഖത്തുള്ള സംരക്ഷണം കിട്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത്. അവർക്ക് ഇദ്ദേഹത്തെ നിരാശപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസമായി തോന്നിയിരുന്നു. അപ്പോ ഹമിയത്ത് കൊണ്ടും അനഫത്ത് കൊണ്ടും അവർ അദ്ദേഹത്തെ സംരക്ഷിച്ചു. കുടുംബബന്ധം എന്നുള്ള വികാരം വെച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ അനായത്തിനായിട്ടും കൗമിന് അള്ളാഹു ചില പ്രതിരോധം കിട്ടിട്ടും നബിയുടെ നേരെയുള്ള ഇതായി കൊണ്ടില്ലായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടില്ല. അപ്പോൾ അള്ളാഹു സലൽ ജസൂർ ഇപ്പുറം ഒരുപാട് നമ്മളെ ലക്ഷ്യമായിട്ടുള്ള കാട്ടും മറ്റൊക്കെ നിറഞ്ഞ ബായറിന്റെ പിന്നെ മുറിവുള്ള എന്നുള്ളത് അത് ഒട്ടകത്തിന്റെ സ്ഥലം അത് അവർ വെച്ചിരുന്നു. അല്ലാഹ് അദ്ദേഹത്തിന്റെ മുഴുവൻ നിസ്കരിക്കുമോ അത് പിന്നെ ലഹറിന്ന് നീക്കം ചെയ്യുന്നത് അവർ ആശങ്കിച്ചു. ചെയ്ത ഫാത്തിമ അലൈഹി സ്വലാം അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും അപകടം വരും, അവർ വെറുതെ കൂടാ എന്നുള്ള വഴിയാണ്. പക്ഷെ നബിയുടെ മുത്തി ഫാത്തിമ എന്ന് പറഞ്ഞ പോയിട്ട് അത് നീക്കം ചെയ്തു. അപ്പോൾ സാധാരണക്കുള്ള ഉപദ്രവങ്ങൾ പിന്നെ അതിനൊക്കെ രക്ഷിച്ചു. ഇന്നാക്ക പിന്നാക്കും പറയുന്നുണ്ട്. പരിഹസിക്കുന്നവരെ മതിയാക്കാൻ അള്ളാഹു ഉച്ചയിട്ടുണ്ട്. ശരി ഇപ്പം രണ്ട് പത്രം ചെയ്തുള്ളവർക്ക് പിന്നീട് സ്ഥാനത്ത് വയ്ക്കും. നിങ്ങൾ ദുർബലരായിരുന്ന ഘട്ടത്തിൽ നിങ്ങളോട് മുസ്ലിങ്ങൾ പെരുമാറിയ കോലമാണത്. എന്നാൽ അവർ ഹിജറ പോവുകയും എണ്ണം കൂടുകയൊക്കെ ചെയ്തപ്പോൾ കിതാബ് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങോട്ട് അവരുടെ മഹിതത്തിലേക്ക് പോകുന്ന അവസ്ഥ ഇതിന്റെ പേര് നിങ്ങൾ ഹറമിൽ പോയാലും ശരി അവർ നോക്കി ചെയ്യും. കഴിയെങ്കിൽ നിങ്ങളുടെ ദീനം നിങ്ങളെ പുറത്താക്കാനുള്ള പണി അവർ ചെയ്യാനുള്ള ഉദ്ദേശം. അതിന് കത്താബിനെ നിങ്ങളുടെ അട്ടസിലേക്ക് കൊണ്ടുവരാൻ അല്ലതീനക്കാനു എപ്രഹം കിട്ടാൽ നേരത്തെ പറഞ്ഞ കാരണങ്ങള യുദ്ധം വെറുക്കി നഷ്ടമായി കണ്ടിരുന്നു നിങ്ങളുടെ കാര്യം. മുശ്രിക്കീങ്ങളുടെ ആ ഉദ്ദേശം ഈ ഭൂലോകത്ത് നിന്ന് ഇസ്ലാമിനെ തടഞ്ഞില്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്ര മൂലം ഈ ഇബിൽ ഹക്കവാഹല യുദ്ധം അവരോട് ചെയ്യാതിരിക്കാൻ വന്നാൽ അത് അസത്യത്തെ കൊല്ലാൻ, സത്യത്തെ നശിപ്പിക്കാനും അല്ല ഹക്കിനെ കൊല്ലാൻ നശിപ്പിക്കാൻ ഇടാം. ഈമാനും ഇല്ലാതാവാം. ജാഗത്തുള്ള ഒറ്റ പേരിൽ അവർക്ക് ഈമാനുള്ള പ്രതീക്ഷയും ഇല്ലതാണ്. സമാധാനം ആ പ്രതീക്ഷിക്കാൻ പറ്റാത്തടത്തുള്ള പ്രതീക്ഷയാണ്. അത് കിതാബ് ഹറാം അഹ്വാൻ കിട്ടാൻ ഇസ്ലാം ഇസ്ലാമിന്റെ ഒരാളത്തിലാക്കി പുറത്താക്കുക എന്നുള്ളതിനേക്കാൾ നിസ്സാരമാണ് പവിത്ര മാസത്തിൽ യുദ്ധം ചെയ്തു പറഞ്ഞ കുറ്റം. ഇതിനോട് തുല്യപ്പെടുത്തി പറഞ്ഞ എന്താ? അള്ളാഹ് മാർഗം തടയുക, അള്ളാഹുവിനെ നിഷേധിക്കുക, മസ്ജിദ് ഹറാമിന്റെ ആൾക്കാരെ അവിടെ നാട്ടിൽ പുറത്താക്കുക, അവരെ പണി തടയുക. ഇതിനും കൂടെ പറഞ്ഞു പരിശം പാറാളി
അപ്പോൾ കഴിയുമെങ്കിൽ എന്ന് വാക്കുണ്ടാവും അങ്ങനെ കേട്ടതൊന്നും അവർക്ക് കഴിവുണ്ടോയുള്ള കാര്യം സംശയാസ്പദമാണെന്നാണ് തോന്നുന്നത്. കാരണം അർത്ഥം തെളിവായിട്ടുള്ള ഒന്ന് പിന്നെ ഒരാള് അവിടെ പിന്നെ ബാത്തിലാജിലേക്ക് മഫ്ലൂഹാജിലേക്ക് പത്രത്തിലേക്ക് പോകാൻ കൂട്ടത്തില്ല. വാഹനക്കാരെ വാഹനമായിരിക്കും ഇനി മുർത്തതായാൽ അള്ളാഹു തആല ശിക്ഷ വന്നല്ലോ. രണ്ട് ലോകം നഷ്ടപ്പെട്ടു അവരുടെ ശരികൾ. അതൊക്കെ വാഹനം فإن لم يمت المصاب بعقله وقلبه അപ്പോഴാണ് പലപ്പോഴും മയ്യത്തിലാണ്ടിരിക്കും ഒരുപാട് കിട്ടാത്ത മയ്യത്തിന്റെ റോഡാണ് നടത്താൻ ആകൂടാൻ. وكذلك الذي يخرج ظلمات القربان حد هدي الى نور الايمان تبصر روحه ويظلم قلبه ويذهب بنفسه اثر الاعمال الصالحه الماضيه ولا يوجد شيء من احكام المسلمين الظاهره ويفسد الدنيا والاخره. اليوم كله ആഖിറ കിട്ടുക അവിടെ വെക്കാൻ തോന്നുന്നു അല്ലേ? ഇഷ്ടം ക്ലിയർ പറഞ്ഞു വ്യക്തതയുണ്ട് ശേഷങ്ങളൊക്കെ